Dear students, അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് ഡയറക്റ്റ് കപ്പിൾഡ് ആംപ്ലിഫയർ എങ്ങനെയാണ് വർക്കിംഗ് നോക്കി നോക്കാം. അപ്പോൾ ഇതിൽ നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ ദർ ആർ മെനി സിറ്റുവേഷൻസ് ഇൻ ഫിസിക്സ് ലൈക്ക് ഫോട്ടോ ഇലക്ട്രിക് കറൻറ്റ് ഓർ തെർമോകപ്പിൾ കറൻറ്റ് വെയർ ലോ ഫ്രീക്വൻസി സിഗ്നൽസ് ആർ ടു ബി ആംപ്ലിഫൈഡ്. അതാണ് ഇവിടുത്തെ കേസ് എന്ന് പറഞ്ഞാൽ, അതായത് ചില കേസിൽ നമുക്ക് ഫോട്ടോ ഇലക്ട്രിക് കറൻറ്റ് മില്ലി വോൾട്ടിൻ്റെ ഒക്കെ ഓർഡറിൽ വരുന്ന കറൻറ്റ്, അതുപോലെ തെർമോകപ്പിൾ കറൻറ്റ് ആംബിയറിൻ്റെ ഓർഡറിൽ വരുന്ന മില്ലി ആംബിയേഴ്സിൻ്റെ ഓർഡറിൽ വരുന്ന കറൻറ്റ്, അതുപോലെ ലോ ഫ്രീക്വൻസി ആയിരിക്കും അത്. അങ്ങനത്തെ ഒരു സിഗ്നലിനെ ആംപ്ലിഫൈ ചെയ്യണമെങ്കിൽ അപ്പം നമുക്ക് നമ്മൾ ഓൾറെഡി പഠിച്ച സിറ്റുവേഷൻസ് വെച്ചിട്ട് എങ്ങനെയായിരിക്കും ഉണ്ടാവുക. അപ്പോൾ ബിലോ 10 ഹെർട്സ് ആണെങ്കിൽ കപ്ലിംഗ് ആൻഡ് ബൈപ്പാസ് കപ്പാസിറ്റേഴ്സ് നമുക്കൊന്ന് ഇവാലുവേറ്റ് ചെയ്യുക. സപ്പോസ് നമുക്കൊരു എമിറ്റർ റെസിസ്റ്റർ നമ്മൾ യൂസ് ചെയ്തിട്ട് 100 ഓം ആണെന്ന് സപ്പോസ് ചെയ്യാം. ഒരു 100 ഓം എമിറ്റർ റെസിസ്റ്റർ നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട്. നമുക്ക് യൂസ് ചെയ്യേണ്ട സിഗ്നലിൻ്റെ ഫ്രീക്വൻസി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 10 ഹെർട്സ് ആണ് നമുക്ക് സിഗ്നൽ ഫ്രീക്വൻസി. അപ്പോൾ അത് നമ്മൾ ബൈപ്പാസ് ചെയ്യിക്കണമെങ്കിൽ നമുക്കറിയാം കണ്ടീഷൻ എന്തായിരുന്നു, ഇക്വേഷന് നമുക്ക് എക്സ് ഇ യും ആറിയും കൂടെ കണക്ട് ചെയ്യുന്ന റിലേഷൻ ഉണ്ട്. അപ്പോൾ അതിൽ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ എക്സ് ഇ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എക്സ് സി ഇ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സിൻ്റെ വാല്യൂ നമുക്ക് ഏകദേശം 1590 മ്യൂഎഫ് എന്ന് കിട്ടും. ഈ 1590 മ്യൂഎഫ് എന്ന് പറഞ്ഞാൽ ഒരു വലിയ സൈസിലൊരു കപ്പാസിറ്റർ ആയിരിക്കും. അപ്പോൾ ഫ്രീക്വൻസി കുറയും തോറും ഈ ബൈപ്പാസ് കപ്പാസിറ്റർ യൂസ് ചെയ്യേണ്ട കപ്പാസിറ്ററിൻ്റെ സൈസ് ഇങ്ങനെ കൂടിക്കൂടി വരും. അപ്പോൾ അപ്പം ആ ഒരു കേസിൽ നമുക്ക് ഇവിടെ എന്താണെന്ന് വെച്ചാൽ ഒരു പ്രാക്ടിക്കൽ സിറ്റുവേഷൻ, ഈ ഒരു കപ്പാസിറ്ററിൻ്റെ ഇടയ്ക്കുള്ള ലോസ് തന്നെ നമുക്ക് എന്ത് സംഭവിക്കും, ഈ ചെറിയ വോൾട്ടേജ് അത് ലോസിൽ തന്നെ വരാനേ ഉണ്ടാവുള്ളൂ, നമുക്ക് ആംപ്ലിഫിക്കേഷന് സിഗ്നൽ പ്രൊവൈഡ് ചെയ്യാനുണ്ടാവില്ല. അപ്പോൾ ഈ ഒരു സിറ്റുവേഷൻ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഡയറക്റ്റ് കപ്ലിംഗ് യൂസ് ചെയ്തത്. One stage is in this case one stage is directly connected to the next stage without coupling and bypass capacitors, so that direct current is coupled as well as the alternating current. അപ്പോൾ ഡയറക്റ്റ് കറണ്ട് കപ്ലിങ്, അതായത് ഒരു ഡിവൈസ് ഇൻ ബിറ്റ്വീൻ ഒരു ഡിവൈസ് നമ്മൾ കണക്ട് ചെയ്യാതെ ഫസ്റ്റ് സ്റ്റേജിൻ്റെ ഔട്ട്പുട്ട് സെക്കൻഡ് സ്റ്റേജിലേക്ക് ഡയറക്റ്റ് കണക്ട് ചെയ്യാണ്. ആസ് ദർ ഇസ് നോ ഫ്രീക്വൻസി ലിമിറ്റ്, ദിസ് ടൈപ്പ് ഓഫ് കപ്ലിംഗ് ഈസ് ആൾസോ നോൺ ആസ് ഡയറക്റ്റ് കപ്ലിംഗ് എന്ന് നമ്മൾ പേര് വിളിക്കുന്നു. ഇതാണ് ഒരു ഡയറക്റ്റ് കപ്പിൾഡ് ട്രാൻസ്ഫോമറിൻ്റെ സർക്യൂട്ട്. ഇവിടെ നമുക്ക് ഫസ്റ്റ് ട്രാൻസിസ്റ്റർ നമ്മൾ കോമ്പണൻസ് ഒക്കെ ഇതിൻ്റെ ബയാസ്, ഇതാണൊരു ഡയറക്റ്റ് കപ്പിൾഡ് ട്രാൻസ്ഫോമറിൻ്റെ ഡയറക്റ്റ് കപ്പിൾഡ് ട്രാൻസിസ്റ്റർ ആംപ്ലിഫയർ സർക്യൂട്ടിൻ്റെ കണക്ഷന്. ഇവിടെ നമുക്ക് ട്രാൻസിസ്റ്റർ ഉണ്ട്. ഫസ്റ്റ് ട്രാൻസിസ്റ്റർ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാൻ പറ്റും, ഈ ട്രാൻസിസ്റ്റർ ഒരു NPN ട്രാൻസിസ്റ്ററാണ്. പക്ഷേ സെക്കൻഡ് ട്രാൻസിസ്റ്റർ നോക്കി നോക്കുമ്പോൾ അതൊരു PNP ട്രാൻസിസ്റ്ററാണ്. ഇവിടെ നമ്മൾ കോമ്പണൻസിൻ്റെ എണ്ണൊക്കെ ഒരുപാട് കുറച്ചിട്ടുണ്ട് ലോസ് കുറയ്ക്കാൻ വേണ്ടിയിട്ട്. ഒള്ളി ഒരു RC മാത്രമേ നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളൂ. അത് RC സിഗ്നൽ നമ്മൾ ഡയറക്റ്റ് ബേസിൻ്റെയും എമിറ്ററിൻ്റെയും ഇടയ്ക്ക് കണക്ട് ചെയ്തിരിക്കുകയാണ് ഫസ്റ്റ് ട്രാൻസിസ്റ്ററിൻ്റെ. ദെൻ അതിന് ഔട്ട്പുട്ട് എടുത്തു, കളക്ടറിന് ജസ്റ്റ് ഡയറക്റ്റ് നമ്മൾ എന്ത് ചെയ്തു, സെക്കൻഡ് ട്രാൻസിസ്റ്ററിൻ്റെ ബേസിലേക്ക് കൊടുത്തു. സെക്കൻഡ് ട്രാൻസിസ്റ്ററിൻ്റെ കളക്ടറിൽ നമ്മൾ RC കണക്ട് ചെയ്തു. അതിൻ്റെ ഔട്ട്പുട്ട് നമ്മൾ ജസ്റ്റ് അഗെയിൻ ഒരു NPN ട്രാൻസിസ്റ്ററിലേക്ക് കണക്ട് ചെയ്തു. ഇവിടെ അതിൻ്റെ RCന്ന് നമ്മൾ ഫൈനൽ ഔട്ട്പുട്ട് എടുത്തു. അപ്പോൾ കോമ്പണൻസിൻ്റെ എണ്ണം കുറവാണ്. ഇതെല്ലാം എന്തായാലും ലോസ് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഈ രീതിയിലുള്ള ട്രാൻസിസ്റ്റേഴ്സിന് നമ്മൾ പറയുന്നത് കോംപ്ലിമെൻ്ററി ട്രാൻസിസ്റ്റേഴ്സ് എന്ന് പറയും. അതായത് ഇവിടെ T1 എന്ന് പറയുന്ന ഒരു NPN ട്രാൻസിസ്റ്ററിൻ്റെ ഇക്വലൻ്റ് ആയിട്ട് വരുന്ന ഒരു PNP ട്രാൻസിസ്റ്റർ ഉണ്ടാവും. ഒരു ജസ്റ്റ് അതിനെ നമ്മൾ കോംപ്ലിമെൻ്ററി ട്രാൻസിസ്റ്റേഴ്സ് എന്ന് പറയും. കോംപ്ലിമെൻ്ററി ട്രാൻസിസ്റ്റേഴ്സ് യൂസ് ചെയ്യുന്നത് ഇവിടെ ഓൾറെഡി ബയാസിങ് കണ്ടീഷൻസ് ഒന്നും നമുക്ക് എക്സ്ട്രാ പ്രൊവൈഡ് ചെയ്യാനുള്ള സിറ്റുവേഷനേ ഇല്ല. അപ്പോൾ ആ ഒരു സ്റ്റെബിലൈസേഷൻ ഓഫ് ഓപ്പറേറ്റിംഗ് പോയിൻ്റ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് ഈ കോംപ്ലിമെൻ്ററി ട്രാൻസിസ്റ്റേഴ്സിൻ്റെ പെർഫോമൻസ് കൊണ്ടാണ് സംഭവിക്കുന്നത്. It uses complementary transistors. The complementary systems consist of an NPN transistor and a PNP transistor. This circuit is suitable with temperature changes. നമ്മൾ പറഞ്ഞ് ടെമ്പറേച്ചർ ചേഞ്ചസ് കൊണ്ടാണല്ലോ ഓപ്പറേറ്റിംഗ് പോയിൻ്റ് ചേഞ്ച് ചെയ്യുന്നത്. അപ്പോൾ ഓപ്പറേറ്റിംഗ് പോയിൻ്റ് ചേഞ്ച് ചെയ്യാതെ അത് അഡ്ജസ്റ്റ് ചെയ്യുന്നത് ഈ കോംപ്ലിമെൻ്ററി ട്രാൻസിസ്റ്ററാണ്. വെൻ കളക്ടർ കറണ്ട് ഇൻക്രീസസ് ഡ്യൂ ടു ടെമ്പറേച്ചർ റൈസ്, അപ്പം കളക്ടർ കറണ്ട് സപ്പോസ് ഒരു ടെമ്പറേച്ചർ ഇൻക്രീസ് കൊണ്ട് കളക്ടർ കറണ്ട് കൂടുകയാണെങ്കിൽ ദ ഡയറക്ഷൻ ഓഫ് കളക്ടർ കറണ്ട് വിൽ ബി ഇൻ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ഫോർ ദ ടു ട്രാൻസിസ്റ്റേഴ്സ്. രണ്ട് ട്രാൻസിസ്റ്റേഴ്സിനും കളക്ടർ കറണ്ടിൻ്റെ ഡയറക്ഷൻ ഓപ്പോസിറ്റ് ആയിരിക്കും. അപ്പോൾ ഒന്നിൽ കൂടുമ്പോഴും അത് അടുത്തതിൽ ദ വേരിയേഷൻ ഇൻ വൺ ട്രാൻസിസ്റ്റർ ടെൻസ് ടു ക്യാൻസൽ ദാറ്റ് ഇൻ ദ അതർ. സോ ഒരു ട്രാൻസിസ്റ്ററിലുള്ള വേരിയേഷൻ അടുത്ത ട്രാൻസിസ്റ്ററിലാകുമ്പോഴേക്കും അത് ക്യാൻസൽ ചെയ്ത് പോകും. ദ ഫസ്റ്റ് സ്റ്റേജ് uses an NPN transistor and the second stage uses PNP transistor and so on.
അപ്പോൾ ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്തിട്ടാണ് ഇവിടെ ബയാസിങ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നില്ല. അപ്പോൾ അതിന് പകരം കോംപ്ലിമെൻ്ററി ട്രാൻസിസ്റ്റേഴ്സ് യൂസ് ചെയ്തിട്ടാണ് ഇതിൻ്റെ പർപ്പസ് നടത്തുന്നത്. ദിസ് അറേഞ്ച്മെൻറ്റ് മേക്സ് ദ ഡിസൈൻ വെരി സിമ്പിൾ. ദ ഔട്ട്പുട്ട് ഫ്രം ദ കളക്ടർ ഓഫ് ഫസ്റ്റ് ട്രാൻസിസ്റ്റർ T1 ഈസ് ലെഡ് ടു ദ input of the second transistor and so on. The weak signal is applied to the input of the transistor T1. The amplified output is obtained at the collector side of the transistor T1. This voltage drives the base of the transistor, second transistor, and amplified output is obtained at the collector side of T2. In this way, the direct coupled amplifier raises the strength of the signal. അപ്പോൾ ഫസ്റ്റ് സ്റ്റേജിൽ നമ്മൾ ഫസ്റ്റ് വണ്ണിൻ്റെ ബേസിലും എമിറ്ററിനും ഇടയ്ക്ക് സിഗ്നൽ കൊടുക്കും. അതിന് ആംപ്ലിഫൈ ചെയ്തിട്ട് ഇവിടെ എത്തും. ഇതിന് എഗെയിൻ ഇവിടെ വന്നിട്ട് ഇതിൻ്റെ ഇൻപുട്ട് ഇതാണ്. അത് ആംപ്ലിഫൈ ചെയ്തിട്ട് അടുത്ത സ്റ്റേജിൽ ഈ RCയിൽ വരും. RC എഗെയിൻ അത് ഇതിൻ്റെ ബേസിലേക്ക് കൊടുത്തിട്ട് ഫൈനലി ഇതിൻ്റെ ആംപ്ലിഫൈഡ് ഫോം ആയിരിക്കും നമുക്ക് ഇവിടുന്ന് ഈ ഔട്ട്പുട്ടിൽ ഒബ്റ്റെയിൻ ചെയ്യുന്നത്. അതായത് നോ കപ്ലിംഗ് ഡിവൈസസ് ഇൻ ബിറ്റ്വീൻ ട്രാൻസിസ്റ്റേഴ്സ് ആർ യൂസ്ഡ് ഹിയർ. So that is the importance of the direct coupling. So ഇതിൻ്റെ അഡ്വാൻറ്റേജസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സർക്യൂട്ട് അറേഞ്ച്മെൻറ്റ് is very simple because of minimum use of resistors, and the circuit has low cost because of the absence of expensive coupling devices. കോമ്പണൻസ് യൂസ് ചെയ്യുന്നത് കുറവാണ്, അതുപോലെ സർക്യൂട്ട് വെരി സിമ്പിളാണ്. ഇതിൻ്റെ ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഇറ്റ് കനോട്ട് ബി യൂസ്ഡ് ഫോർ ആംപ്ലിഫൈ ഹൈ ഫ്രീക്വൻസീസ് ആംപ്ലിഫൈ യൂസ് ചെയ്യാൻ പറ്റില്ല. എന്താ ഓപ്പറേറ്റിംഗ് പോയിൻ്റ് ഈസ് ഷിഫ്റ്റഡ് ഡ്യൂ ടു ടെമ്പറേച്ചർ വേരിയേഷൻ. ഒരു ചാൻസിൻ്റെ കോംപ്ലിമെൻ്ററി ട്രാൻസിസ്റ്റേഴ്സ് ഇത് റെക്ടിഫൈ എങ്കിലും ദർ ഇസ് എ ചാൻസ് ഓഫ് ചേഞ്ചിങ് ദി ഓപ്പറേറ്റിംഗ് പോയിൻ്റ് ഡ്യൂ ടു ടെമ്പറേച്ചർ വേരിയേഷൻസ്. ഇതെല്ലാം കൊണ്ട് വെച്ചിട്ട് നമുക്ക് ഈ 3 ടൈപ്പും കൂടെ ഒന്ന് കമ്പാരിസൺ നടത്തി നോക്കാം. സോ ഫസ്റ്റ് ഓഫ് ഓൾ ഫ്രീക്വൻസി റെസ്പോൺസ് കമ്പയർ ചെയ്യുകയാണെങ്കിൽ RC കപ്ലിങ്ങിൽ അത് എക്സലൻ്റ് ആണ്. ഇത് 2 കേസിലും ഇതിന് പുവറാണ്. ഇതിൽ ഡയറക്റ്റ് കപ്ലിങ്ങിൽ അത് ബെസ്റ്റ് നമുക്ക് ഫ്രീക്വൻസി റെസ്പോൺസ് തരും. അതായത് ഒരു പെർട്ടിക്കുലർ ഫ്രീക്വൻസി ഒരു ലോ ഫ്രീക്വൻസി ആണെങ്കിൽ ആ ലോ ഫ്രീക്വൻസിയിൽ അത് ബെസ്റ്റ് പെർഫോമൻസ് തരുന്നത് ഡയറക്റ്റ് കപ്ലിംഗ് ആണ്. അതിൻ്റെ കോസ്റ്റ് പറയുകയാണെങ്കിൽ ഇവിടെ ലെസ് കോസ്റ്റാണ്. ഇവിടെ ട്രാൻസ്ഫോമർ യൂസ് ചെയ്യുന്നതുകൊണ്ട് മോർ കോസ്റ്റാണ്. ഇവിടെ കോമ്പണൻസ് കുറവായതുകൊണ്ട് അത് ലീസ്റ്റാണ്. സ്പേസും വെയിറ്റും നമ്മൾ ഡിസ്കസ് ചെയ്യുകയാണെങ്കിൽ ഇവിടെ അത് ലെസ് വെയിറ്റ് ആണ്. ഇവിടെ ട്രാൻസ്ഫോമർ വരുന്നതുകൊണ്ട് തന്നെ മോർ വെയിറ്റ് ഉണ്ട്. ഇവിടെ ലീസ്റ്റ് വെയിറ്റ് ആയിരിക്കും കോമ്പണൻസ് കുറഞ്ഞതുകൊണ്ട്. ഇമ്പിഡൻസ് മാച്ചിങ് ആണ് പറയുന്നതെങ്കിൽ ഇവിടെ ഇമ്പിഡൻസ് മാച്ചിങ്ങിന് ഇറ്റ് ഈസ് നോട്ട് ഗുഡ്. ഇവിടെ ഇമ്പിഡൻസ് മാച്ചിങ്ങിന് എക്സലൻ്റ് ആണ്. അതുപോലെ ഈ കേസിലാണെങ്കിൽ അത് ഇമ്പിഡൻസ് മാച്ചിങ്ങിന് ഗുഡാണ് ഡയറക്റ്റ് കപ്പിൾഡ്. ഇനി ഇതിൻ്റെ യൂസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് വോൾട്ടേജ് ആംപ്ലിഫിക്കേഷൻ യൂസ് ചെയ്യുന്നു. സെക്കൻഡ് വൺ ട്രാൻസ്ഫോമർ കപ്പിൾഡ് പവർ ആംപ്ലിഫിക്കേഷൻ യൂസ് ചെയ്യുന്നു. തേർഡ് വൺ ആണെങ്കിൽ ഫോർ ആംപ്ലിഫൈയിങ് ലോ ഫ്രീക്വൻസീസ് യൂസ് ചെയ്യുന്നു. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു മൾട്ടി സ്റ്റേജ് ട്രാൻസിസ്റ്റർ ആംപ്ലിഫയേഴ്സ് എന്നുള്ള കേസിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. ഓക്കെ.